ആദീസ് മമ്മി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും കണ്ണപ്പനും കൂടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കുന്നത്. എന്താണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്? എനിക്ക് അമ്മ എപ്പോഴും ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. ഗ്രേവി ഉണ്ടാക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ഗ്രേവി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്യാസ് വെക്കാം. പാൻ ചൂടായിട്ട് എണ്ണ ഒഴിക്കണം. അപ്പൊ നമുക്ക് പാൻ ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതൊഴിച്ച് കൊടുക്കാം. കുറച്ച് പിന്നെ മുളക് ഇടിച്ചത് കാണിക്ക് മുളക് ഇടിച്ചത്. അതിന്റെ മണം നല്ല പച്ചമണം പോകുന്നവരെ ഇറക്കണം. നല്ല പച്ചവെള്ളം പോകുന്നവരെ ഇളക്കണം. നന്നായിട്ട് ഒന്ന് അതിന്റെ പച്ചമണം പോയി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നു. ആ ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടെ നല്ല മണം വരുന്നുണ്ട്. അടുത്ത ചെറിയുള്ള പീസാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ചെറിയ ഉള്ളിയുടെ പേസ്റ്റ് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കാരണം ഇതിന്റെ പച്ച മാത്രം മാറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് വേണ്ടേ? സവോള ഇടാം. നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്നത് സവോള ഇട്ട് കൊടുക്കാം. ഇത് എത്ര സവോള ഉണ്ടായിരുന്നു? കുറച്ച് സവോള നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു 4 സവോളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് വഴലാൻ വേണ്ടി നമ്മുടെ അമ്മമ്മമാരൊക്കെ പറയുന്ന പോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപ്പ്, അല്ലെ ഒരു സ്പൂൺ ഇടാമല്ലോ. കള്ളപ്പിന് ഇഷ്ടമുള്ള ഇത്ര ഉപ്പൊക്കെ ഇടുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. സൈലൻ്റായിട്ടിരുന്നത് തക്കാളി നമുക്ക് ഇത് വഴണ്ട് കഴിഞ്ഞിട്ടിടാം. മഞ്ഞൾ പൊടി ഇടണം. നമുക്കിനി കുറച്ച് മല്ലിപ്പൊടി ഇടാം. കുറച്ച് മീൻസ് 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ടൊമാറ്റോ ഇടാം. കല്ലിട്ട് മുളകും ഒക്കെ ഇട്ട് വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച ചിക്കൻ. അപ്പം നമുക്കത് വേവിച്ച ചിക്കൻ ഇടുന്നുണ്ട്. ഗരം മസാല ഇടാം. നമ്മളിവിടെ തന്നെ കൊടുത്തതാ കേട്ടോ. ഓക്കെ, മതി. നന്നായിട്ട് മിക്സ് ചെയ്യും. കുറച്ച്
ഡൗൺ ചെയ്യാം അല്ലേ? അതിന് നെയ്യ് ഒഴിക്കില്ലേ? ആ കുറച്ചുകൂടെ ഒഴിക്കും. ഓക്കെ, ഡൗൺ ചെയ്യാം. ഒരു നാച്ചുറൽ കളറിന് വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് കളറിന്. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം. നമ്മളെ ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദീസ് മമ്മി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. അത് നോക്കിട്ട് പറയടാ. സൂപ്പർ.